സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരുപാട് പേര് ഷുഗർ പേഷ്യൻ്റാണ്. അപ്പം ചെറിയ പ്രായ വ്യത്യാസമില്ല. അപ്പം ചെറിയ ആളിനുണ്ട്, വലിയ ആളിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആയുർവേദത്തിൽ എങ്ങനെയാണ് ഈ ഷുഗർ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യാനുള്ളൊരു ഇന്ന് ഏറ്റവും കൂടുതൽ ലോകം നേരിടുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം, ഡയബറ്റീസ്. ഇപ്പോൾ അതിൽ നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണം ഇന്ന് എടുക്കുമ്പോൾ ഒരു മെജോറിറ്റി അറൗണ്ട് ഒരു 80% പോപ്പുലേഷൻ സഫർ ചെയ്യുന്നതെന്ന് ഇന്നത്തെ ഒരു അറിവ് എനിക്ക് അതിൽ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അതിന് മെയിൻ റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ. ജനറ്റിക് റീസൺസ് ഉണ്ടെങ്കിലും പക്ഷേ ലൈഫ് സ്റ്റൈലാണ് അതിൽ ഒരു മെയിൻ റീസൺ. ഡയബറ്റീസ് ഞാൻ എപ്പോഴും പറയും ഒരു മെക്കാനിക്കൽ ഫോൾട്ട്. അതൊരു വൈറസോ ബാക്ടീരിയ അല്ല. നമ്മളൊരു മരുന്ന് കഴിച്ചു മാറ്റിക്കളയുന്നു. അത് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഓർഗനിൽ ഉണ്ടാവുന്ന ഒരു മാൽഫങ്ഷൻ എന്ന് വെച്ചാൽ അവിടെ ഇൻസുലിൻ പ്രോപ്പർലി പ്രൊഡ്യൂസ് ആവുന്നില്ല. അതിന് റീസൺ വരുന്നത് മെറ്റബോളിക് ഡിസോർഡർ. ഇപ്പോൾ അതൊരു മെറ്റബോളിക് ഡിസോർഡറായിട്ട് മാറി. ഡയബറ്റീസ് ഇസ് കോൾഡ് എ മെറ്റബോളിക് ഡിസീസ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളത് ആയുർവേദത്തിൽ ഇത് നേരത്തെ തന്നെ സുഖിമാന്മാരുടെ രോഗം എന്നാണ് പ്രമേഹത്തെ പറയുന്നത്. ഇപ്പം പക്ഷേ സുഖിമാന്മാർ വേണ്ട, എല്ലാവർക്കും ഉണ്ട് ഇത്. കാരണം പണ്ട് ശരീരം ഇറങ്ങാതെ ധനികന്മാർക്കുണ്ടാകുന്ന ഒരു രോഗമായിരുന്നു. എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, ശരീരം ഇറങ്ങുന്നില്ല. പക്ഷെ ഇപ്പം ജോലി എടുക്കുന്നവർക്കും ഉണ്ട്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, ഇന്നത്തെ ആഹാര രീതി ആണ് അതിലൊരു മെയിൻ കാരണം. അപ്പോൾ അവിടെയും നമ്മുടെ ഇതിൽ വരുന്ന എപ്പോഴും അവരുടെ ലൈഫ് സ്റ്റൈൽ ചെക്ക്, അവരുടെ ആഹാര രീതി, അവരുടെ ഉറക്കം ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ നമ്പർ 3 ഇരുന്നത് ഇപ്പം നമ്പർ 1 ഉറക്കമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് എക്സസൈസ്, തേർഡ് ഫുഡ്. അപ്പോൾ നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു അളവ് കുറയുന്നവരിലും ഡയബറ്റീസ് പെട്ടെന്ന് അവർക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ ആഹാരം, നമ്മൾ ടൈമിനുള്ള ആഹാരമല്ല, എന്ത് കഴിക്കണം, എന്തിലൂടെ എന്ത് കഴിക്കണം. അപ്പോൾ അതെല്ലാം നമുക്കൊരു പ്രൊസീജിയറായിട്ട് നമ്മൾ പാലിച്ചാൽ നമുക്ക് ഡയബറ്റീസ് ഉള്ളവർ തന്നെ നമുക്ക് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നമുക്കത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മാനേജ് ചെയ്താൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അവരുടെ ഇൻസുലിൻ റെഡ്യൂസ് ചെയ്യിപ്പിക്കാം, നമുക്ക് കഴിക്കുന്ന അലോപ്പതി മെഡിസിൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിക്കാം. സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെയും ബോഡി വേറെ വേറെ ആയിരിക്കും. അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും. ഇപ്പോൾ എനിക്കുള്ള ഒരു ഡയബറ്റീസ് പ്രൊഫൈൽ എന്ന് ചോദിച്ചാൽ, ഡയബറ്റിക് പേഷ്യൻ്റ് വരുമ്പോൾ അവർ കഴിക്കുന്ന മരുന്നും ഞാൻ കൊടുക്കുന്ന എൻ്റെ സപ്ലിമെൻറ്റും ട്രീറ്റ്മെൻറ്റ്സും വെച്ചിട്ടും ഞാൻ മോണിറ്റർ ചെയ്യും. നമുക്ക് അതിന് വേണ്ടി ഒരു മോണിറ്ററിങ് ടീമുണ്ട്. അവരുടെ ഡെയിലി ഉള്ള ബ്ലഡ് ഷുഗർ ഓരോ ദിവസം ഇടവിട്ടുള്ളത്, 3 മാസം കഴിയുമ്പോൾ HbA1c. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മരുന്നുകളും നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സും എഫക്റ്റീവ് ആയെന്ന് കൂടുതൽ തോന്നുമ്പോൾ മറ്റേത് പതുക്കെ വിഡ്രോ ചെയ്ത് കുറയ്ക്കും. അങ്ങനെയാണ് നമ്മളതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയവരും ഉണ്ട്. അത് പറയുമ്പോൾ ആൾക്കാർ തർക്കിക്കും, ഡയബറ്റീസിനൊരു ക്യൂർ ഇല്ലെന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് റെമിഷൻ മാത്രമേ അവർ പറയുന്നുള്ളൂ. പക്ഷേ ഡയബറ്റീസിനെ ഞാൻ കണ്ടേക്കുന്ന എൻ്റെ കുറേ പേഷ്യൻസ് 5 വർഷമായിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ല. ആയുർവേദവും ഇല്ല, അലോപ്പതി ഇല്ല, അവർക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 140 മേളിൽ അവർ ഒരിക്കലും ഒരു ഷുഗർ ലെവൽ റേസും ആവുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ റൂട്ട് കോസായിട്ട്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഡിസീസുമാണ്. പല ഓർഗൻസ് എല്ലാവർക്കും അറിയാം ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ. നമ്മൾ അങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് പോയാൽ എല്ലാ ഓർഗൻസിനെയും അത് ബാധിക്കും. അപ്പം നേരത്തെ തന്നെ അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ അതിനെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. പൂർണ്ണമായും മാനേജ് ചെയ്യാൻ പറ്റും. ഡയബറ്റീസ് എൻ്റെ ഇതിൽ ഈസിലി മാനേജബിൾ. പക്ഷെ അത് പേഷ്യൻ്റെ കൂടെ കമ്മിറ്റഡ് ആയിരിക്കണം. ഡോക്ടേഴ്സ്, നമ്മളിവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് വരുന്ന ഡയബറ്റീസ് പേഷ്യൻറ്റ് ഞാൻ അങ്ങനെ തന്നെ മോണിറ്റർ ചെയ്ത് ഒരു 3 months കൊണ്ട് അവരുടെ പല മെഡിസിൻസും നമുക്ക് കട്ട് ഡൗൺ ചെയ്ത് ഇൻസുലിൻ്റെ ഡോസേജും കുറച്ച് നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യും. അല്ല ജസ്റ്റ് നമ്മളൊരു 10 ദിവസത്തെ മരുന്ന് കൊടുത്ത് നിങ്ങളുടെ ഡയബറ്റീസ് മാറുമെന്ന് പറയുന്നത് തെറ്റാണ്. അതിനൊരു പ്രോപ്പർ അവരെ ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ആയുർവേദത്തിലായാലും അവർക്കുണ്ടാകുന്ന ഡയബറ്റീസിൻ്റെ മെയിൻ ഒരു പ്രശ്നം കാലിനും കേട്ട് കാണുമല്ലോ സാർ, കാലിനുണ്ടാകുന്ന തരിപ്പ്, വേദന, മസിലുകളിലുണ്ടാകുന്ന വേദന. അപ്പോൾ അതിന് നമുക്ക് നമ്മുടേതായ തെറാപ്പികളുണ്ട് ആയുർവേദത്തിൽ. അതിൽ പല അഭ്യംഗം, മീൻസ് പാദാഭ്യംഗം, പലതിലും നമുക്ക് പിടിച്ചില്, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ പോയി അവർക്ക് ഈ സിംറ്റംസ് എല്ലാം മാറുകയും ചെയ്യും. നെർവ്സിനെല്ലാം ഉണർവ് കിട്ടും, മസിലിനുണ്ടാകുന്ന ശോഷിപ്പ് മാറും. ഈ ഡയബറ്റീസുകാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന വെയിറ്റ് ലോസ്. ഒരു പെട്ടെന്ന് തടിയുള്ള ഒരാൾ ഒരു 3 മാസം കഴിയുമ്പോൾ തടി കുറയുമ്പോൾ എന്താ ചോദിക്കുക, അത് നിങ്ങൾക്ക് വല്ല ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കുക, അല്ലേ? അങ്ങനല്ല ചോദിക്കുന്നത്. ഒരു കോമൺ ടോക്ക്, പെട്ടെന്ന് എന്ത് പറ്റി, വല്ല ഷുഗർ പിടിച്ചോ. അപ്പം അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മസിലിൽ പ്രോപ്പറായിട്ട് എനർജി കിട്ടുന്നില്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ, നമുക്ക് തെറാപ്പിയിലൂടെ മസിലിൻ്റെ മാസ് ഒക്കെ ഗെയിൻ ചെയ്യാം, മസിൽ സ്ട്രെങ്ത് കൂട്ടാനും നമുക്ക് പറ്റും. അതെ, ഒറ്റ സ്റ്റെപ്പിന് കൺട്രോളിനായി തന്നെ ചോദിക്കും, നിങ്ങൾ വളരെ അതെ. അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് അത് പറഞ്ഞത്. കാരണം പെട്ടെന്ന് ചോദിക്കുമല്ലേ, അതിന് പറ്റി പെട്ടെന്ന് ഷുഗർ ഉണ്ടോ എന്നൊരു വേർഡ് ഇപ്പം എല്ലാവർക്കും അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ല, ഷുഗർ ഇല്ല എന്നപ്പോൾ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യണം. അതെ, അത് കോമൺ ആയിട്ട് വരുന്നൊരു ചോദ്യം. അപ്പം പ്രമേഹവും നല്ലതായിട്ട് ചികിത്സിച്ചാൽ അത് മാനേജബിളാണ്. ചികിത്സിച്ചില്ലെങ്കിൽ അത് പല അസുഖങ്ങൾക്കും മദർ ഓഫ് ഓൾ ഡിസീസ് എന്ന നമ്മുടെ ഇപ്പോൾ ഒരു പേര് വന്നേക്കുന്നത് ഒറ്റ ലൈനറിൽ. ഡയബറ്റീസിനെ മദർ
എല്ലാ രോഗങ്ങളുടെയും അമ്മയായിട്ട് വെച്ചിരുന്നത്. അതിൽ കൂടെയാണ് ബാക്കി രോഗങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ആ രോഗത്തെ പെട്ടെന്ന് തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നോർമലാക്കും. അപ്പോൾ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞൊരു സ്റ്റേജും കേട്ട് കാണുമല്ലോ, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പുള്ളത്. അപ്പോൾ അതിലേക്ക് ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. തുടക്കത്തിൽ തന്നെ ഒരു മരുന്നും കഴിക്കാതെ, ഈവൻ ആയുർവേദ സപ്ലിമെൻറ്റ് പോലും കഴിക്കാതെ അവരുടെ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഭക്ഷണ രീതി വെച്ച് മാത്രം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ അവർ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലെത്തിയാൽ നേരത്തെ അവരൊന്ന് മോണിറ്റർ ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു ജനറ്റിക് ഒരു ഫാക്ടറോട് ഉണ്ട് ഇതിൽ.